അസ്സലാമു അറവ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കുപ്പായം എങ്ങനെയാണ് നമ്മൾ ഈ കുപ്പായത്തുമെന്ന് അളവെടുത്തിട്ട് കട്ട് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ആദ്യം നമ്മൾ അളവെടുക്കാം. അതിന് ആദ്യം കൈയിൻ്റെ ലെങ്ത്താണ് എടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് കണ്ടോ, ഇതിൻ്റെ ഈ പൈപ്പിങ് വെച്ച് ഇതുമെന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് ടേപ്പ് വെക്കുക. ഉണ്ടോ, എന്നിട്ട് ലെങ്ത്ത് ഇങ്ങനെ എടുക്കുക. 26.5 അപ്പോൾ അത് കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 27 ഇഞ്ച് ഇവിടെ നമ്മൾ എഴുതി. കൈയിൻ്റെ ലെങ്ത്ത് 27. ഇനി അതിൻ്റെ ആ കൈയിൻ്റെ ഇറക്കം എടുക്കണം. അതിൻ്റെ വീതി താഴത്തേക്കുള്ള ഇറക്കം ഉണ്ടോ, ഇവിടെ ഈ ജോയിൻ്റ് ഇവിടെ വെക്കുക ടേപ്പ്, എന്നിട്ട് ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ 11 ഇഞ്ചാണ്. അതിൽ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 11.5 എഴുതി. ഇനി ഈ കൈയിൻ്റെ അടിഭാഗത്തുള്ള വീതി എടുക്കണം. അതിന് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുക. 6.5 ഇത് കൂടെ ഒരു 3/4 ഇഞ്ച് കൂട്ടണം. അപ്പോൾ എത്ര? 7.75. 6.5 അത് കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് 7.5 ഉണ്ടോ, 7.5 എടുക്കുക. അപ്പോൾ ഇവിടെ 7.5 എഴുതി. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ അടിവയറിൻ്റെ വീതിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അത് ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ ടേപ്പ് വെക്കുക. കണ്ടോ, ഈ സ്റ്റിച്ചിൻ്റെ ഈ ഭാഗത്തേക്ക് ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് ഇങ്ങനെ കണ്ടോ, ഇവിടെ വരെ ഈ സ്റ്റിച്ചിൻ്റെ ഇവിടെ വരെ. ഇവിടെ 9.5 അത് കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 10 ഇഞ്ച്. 10 ഇഞ്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതി കൊടുത്തു. കൈയിൻ്റെ അടിവയർ വീതി 10 ഇഞ്ച്. അതുപോലെ അടിവയറിൻ്റെ ഇറക്കം ഒരു 1/4 ഇഞ്ച് ഇങ്ങോട്ട് ഈ സ്റ്റിച്ചുമെന്ന് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ അടിഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ 13 ഇഞ്ചാണ്. അത് നമ്മൾ അടി മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് കൂട്ടിയിട്ട് 14 ഇഞ്ച് ഇവിടെ എഴുതി. 14. ഇനി കക്ഷം ഇങ്ങനെ വെച്ചിട്ട് ഇത് 2 ഭാഗം ഒരേപോലെ തന്നെ കാരണം വീതി നീളമൊക്കെ ഒരു സമചതുരാകൃതിയിലുള്ള പീസാണ് ഈ കക്ഷത്തിലുണ്ടാവുക. അപ്പോൾ അതിങ്ങനെ എടുക്കുക, അളവെടുക്കുക. ഒരു 1/4 ഇഞ്ച് സ്റ്റിച്ചിൻ്റെ പുറത്തേക്ക് കയറ്റി വെക്കുക. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും. അപ്പോൾ ഇത് 7.25 ഇഞ്ച് ഉണ്ട്. അപ്പോൾ 7.25 ഇഞ്ച് എടുക്കുക. 7 കക്ഷം 7.25 ഇഞ്ച് എടുത്തു. പിന്നെ എടുക്കുന്നത് ഇതിൻ്റെ നടുവിലൊരു പീസുണ്ട്. അതായത് ഉടൽ, ഉമ്മാരതിന് ഉടൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെ എടുക്കുക എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇത് ഇവിടുന്ന് അളവെടുക്കാൻ പാടില്ല. കണ്ടോ, ഈ കൈ രണ്ടും വരുന്ന ഈ ഭാഗം ഉണ്ടോ, നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത് അളവെടുക്കുന്നത് എവിടുന്നാണ് നോക്കണം. ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഉണ്ടോ, ഇത് 24 ഇഞ്ചുണ്ട്. 24 ഇഞ്ച് കൂടെ മടക്കിയടിക്കാൻ വേണ്ടി 1 ഇഞ്ച് കൂട്ടിയിട്ട് 25 അത് ഇവിടെ അടയാളപ്പെടുത്തി. മുതൽ ലെങ്ത്ത് 25. ഇനി അതിൻ്റെ വീതി ഉണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് വെക്കുക, ഇങ്ങോട്ടും 1/4 ഇഞ്ച് വെക്കുക. അപ്പോൾ 4 ഇഞ്ചാണ് കിട്ടുന്നത്. അങ്ങനെ 4 ഇഞ്ച് ഇവിടെ എഴുതി. അപ്പോൾ ഇതിൻ്റെ അളവെടുക്കൽ കഴിഞ്ഞു. നമുക്കിതെങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഈ തുണി നമ്മൾ ഇങ്ങനെ 2ആയി മടക്കി. അപ്പോൾ ഈ തുണി ഇങ്ങനെ മടക്കിയിട്ട് ഈ മടക്കുള്ള ഭാഗം ഇങ്ങോട്ട് വന്നിട്ട് ഇതിൻ്റെ ഈ ഉണ്ടോ, ഈ 2 ഭാഗം ഉണ്ടല്ലോ, ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇതിപ്പോൾ 2 മടക്കാണ്. ഇനി ഇതിന് നമ്മൾ
വീതിയില്ലാത്ത തുണി ആയതുകൊണ്ടാണ് ഇതിങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇത് രണ്ട് കൈയും കൂടെ ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മടക്കിയത്. ഇങ്ങനെ മടക്കുക. ഇനി നമ്മൾ കൈയിൻ്റെ വീതി എത്ര അടയാളപ്പെടുത്തി നോക്കുക ആദ്യം. ഇനി നമ്മൾ കൈയിൻ്റെ വണ്ണം ഇങ്ങനെ എടുക്കുക. ഉണ്ടോ? കൈയിൻ്റെ വണ്ണം 11.5 അത് ഇവിടെ ഇങ്ങനെ എടുത്തു. ഇനി കൈയിൻ്റെ ഇറക്കം എടുത്തത് 27. അത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ 27 ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി. ആ 27 നമ്മൾ ഈ സൈഡിൽ അടയാളപ്പെടുത്തണം. 27. ഇനി നമ്മൾ അതിങ്ങനെ വരച്ചു കൊടുക്കുക. വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ അടിഭാഗം കൈൻ്റെ വീതി 7.5 ആ 7.5 അവിടെ നമ്മൾ തുമ്പൊക്കെ കൂട്ടിയിട്ടാണ് അപ്പം തന്നെ അളവെടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പം ഇനി നമ്മൾ തുമ്പ് കൂട്ടേണ്ട ആവശ്യമില്ല. 7.5 ഈ 7.5 ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ രണ്ട് കൈയും ഒന്നിച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ അടിവയറുണ്ടല്ലോ അതാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഈ പീസ് ഇങ്ങനെ രണ്ടാക്കി മടക്കുക. എന്നിട്ട് ഇത് വീണ്ടും ഇതും 2 പീസാണ് ആയിക്കോട്ടെ, 2 ഭാഗത്തും കിട്ടണം. അപ്പോൾ 2 കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കുക. അപ്പോൾ ഇതിൻ്റെ വീതി നമ്മൾ നോക്കണം. എടുത്തത് 10 ഇഞ്ചാണ്. അപ്പോൾ ഇതിൻ്റെ വീതിയാണ് 10 ഇഞ്ച്, കറക്റ്റ് 10 ഇഞ്ച്. കറക്റ്റ് 10 ഇഞ്ച് എടുക്കുക. ഇനി ഇതിൻ്റെ ഇറക്കം 14 ഇഞ്ചാണ്. 14 ഇതാ 14 ഇഞ്ച് ഇങ്ങനെ എടുത്തു. ഇവിടെ അടയാളട്ടോ. അതുപോലെ ഇവിടെ 14 ഇഞ്ച് എടുക്കുക. വരച്ചെടുക്കുക. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ പീസിനെ നിവർത്തിയിട്ട് ഇത് 2 പീസ് ഒന്നിച്ച് കിട്ടിയതാണ്. ഈ ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. ഇത് 2 പീസാക്കുക. ഇപ്പോൾ ഒരു പീസ് ഇതൊരു പീസ്, ഇത് 2 എണ്ണമാണ്. ഇനി നമ്മൾ ഇതിൻ്റെ നടുകയുള്ള പീസ് ഉണ്ടല്ലോ അത് കട്ട് ചെയ്തെടുക്കണം. അതായത് ഉടൽ. അതിന് വേണ്ടി നമ്മൾ അതിൻ്റെ ഇറക്കം 25 ഇഞ്ചാണ്. അപ്പോൾ 25 ഇഞ്ച് ഇവിടെ എടുത്തു. വീതി 4 ഇഞ്ച്. അങ്ങനെ 25 ഇഞ്ച് നീളത്തിലും 4 ഇഞ്ച് വീതിയിലും ഒരു പീസ് നമ്മൾ ഇവിടെ കട്ട് ചെയ്തെടുക്കണം. ഈ പീസ് നമ്മളിങ്ങനെ മടക്കി വെക്കുക. എന്നിട്ട് കക്ഷം കട്ട് ചെയ്യണം. അതായത് 7.5 ഇഞ്ച് വീതി, 7.5 ഇഞ്ച് നീളം ഉണ്ടോ. 7.5 ഇഞ്ച് വീതി, 7 ഇഞ്ച് നീളം കറക്റ്റാണ്. ഇത് വെട്ടി
ഇതിപ്പോൾ 2 പീസാണ്. ഇതിങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ ഇത് 2 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്, 2 കഷ്ണം. ഇപ്പോൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.